എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം ചേർന്നു. ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി സത്യത്തിലുണ്ടോ? അങ്ങനെ ഒരു മുന്നണിയുടെ പ്രസക്തി എന്താണ്? സത്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, ഒരു വർഷം മുൻപാണ് ഇന്ത്യ മുന്നണി എന്ന ആശയം പ്രാവർത്തികമാവുകയും അതിന്റെ ആ വരവ് ഗംഭീരമായിരുന്നു. അതിന്റെ ഉദയം കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആണ് അത് രൂപപ്പെട്ടതെങ്കിലും അതിന് ഒരുപാട് ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് അത് നയിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോഴും അത് തന്നെ കോൺഗ്രസ് തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്, ദേശീയ പാർട്ടി എന്ന നിലയിൽ. ഈ കഴിഞ്ഞ ആം, നിയമസഭ 5 നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആകെ കൂടി സ്വയം അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് കേരള നിയമസഭയിൽ മാത്രമാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അതിന് പല പല കാരണങ്ങളുണ്ട്. അതല്ല ഇപ്പോൾ ഇവിടെ പ്രതിപാദ്യ വിഷയം. ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അവർ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. CPM BJP ഡീൽ ഇല്ലാത്തൊരു കെട്ടുകഥ ചമച്ച് ഒരു ദേശീയ പാർട്ടി, അതില് ഏറ്റവും ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിൽ ആശയം കൊണ്ടും ആൾബലം കൊണ്ടും നല്ലൊരു പങ്ക് വഹിക്കുന്ന CPM-നെ ഇകഴ്ത്തി 4 വോട്ടിനും 4 സീറ്റിനും ഒരു സംസ്ഥാനത്ത് ഭരണം പിടിക്കാനും വേണ്ടി നടത്തിയ കൃത്രിമമായ ഒരു പ്രചാരവേല എന്തിനു വേണ്ടിയായിരുന്നു? സത്യത്തിൽ ഈ BJP-യും കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരിയ വ്യത്യാസം ഉണ്ടെന്ന് പറയാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ സാമ്പത്തിക നയങ്ങൾ. അതിൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഭരണകാലത്ത് സ്വന്തം ബന്ധുജനങ്ങളും അവരുടെ പിണിയാളുകളും അടങ്ങുന്ന ഒരു കോക്കസ് നാട് ഭരിക്കുമെങ്കിൽ BJP ഭരണകാലത്ത് അത് കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ മുന്നോട്ട് പോകും. അദാനി അംബാനി പോലുള്ള ഗ്രൂപ്പുകളെ അവർ സമ്പന്നരാക്കും. അതുവഴി സ്ഥിരമായ ഒരു ഫണ്ടിങ് സോഴ്സ് അവർ നിലനിർത്തും. കുറച്ചുകൂടി ആസൂത്രിതമാണ്. ഇവരങ്ങനെയല്ല. നേരം വെളുക്കോളം കക്കാൻ ഇടം കൊടുക്കുന്ന ഒരു ഉപജാപക സംഘത്തെ വളർത്തും കോൺഗ്രസ്. അപ്പോ അഴിമതിയുടെയും സാമ്പത്തിക നയങ്ങളുടെയും കാര്യത്തിൽ ഇവർ ഒരേ തൂവൽ പക്ഷികളാണ്. പിന്നെ വർഗീയതയുടെ നിലപാടിൽ മാത്രമാണ്. RSS-ഉം സംഘപരിവാറും ഉയർത്തുന്ന ഹിന്ദു രാഷ്ട്രം എന്നത് ഇവർ പച്ചയ്ക്ക് പറയുന്നില്ലെങ്കിലും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മൃദു ഹിന്ദുത്വമുണ്ട്. ഇവർ അടിസ്ഥാനപരമായി കസിൻ ബ്രദേഴ്സാണ്. ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാം. അതാണല്ലോ ചരിത്രം. അപ്പോൾ ഇപ്പൊ കേരളത്തിൽ എന്തായി? കേരളത്തിൽ സംഘപരിവാർ അജണ്ട അനുസരിച്ചാണ് ഇവിടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ പങ്കാളിത്തം വരാൻ പോകുന്നു. എല്ലാ പിന്നെ PM ശ്രീ അടക്കമുള്ള PM ശ്രീ ആയിരുന്നുള്ള ഇവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ CPM BJP ഡീൽ ആരോപണം മുന്നോട്ട് വെച്ച സംഭവം. അത് ഈ PM ശ്രീ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ സർവാത്മന കീഴടങ്ങുന്നു. അതുപോലെ ഈ BJP-യുടെ അതേ സാമ്പത്തിക നയങ്ങൾ, ഇവർ പ്രഖ്യാപിച്ച യാതൊരുവിധ ക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകില്ല എന്ന് ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CP ജോൺ പറഞ്ഞു, ഈ സ്ത്രീകളുടെ യാത്ര, സൗജന്യ യാത്ര KSRTC ബസ്സിൽ, അത് ഓർഡിനറി ബസ്സിൽ മാത്രമാണ്. ചിരിച്ചിരിച്ച് ചാവും. ഇതുപോലെയാണ് ഓരോന്നും വരാൻ പോകുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ഒരു ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ? അത് വേണോ? അതിന് എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണുള്ളത് എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിക്കട്ടെ. നന്ദി, നമസ്കാരം.